വില കൂടിയ ഹോബുകളും ഒക്കെ കാണാൻ ഭംഗിയുള്ളതും ഒക്കെ നമ്മൾ വാങ്ങിച്ചു വെക്കും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു ഹോബ് നമ്മൾ ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ, മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ പൊതുവെ കുറച്ച് പുറകോട്ടായിരിക്കും. കാരണം ഇത് മേളിലേക്കൊക്കെ ഒന്ന് പൊക്കിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. അങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നെയാണ് നഷ്ടം. ഇനി പറയുന്ന കുറച്ച് ടിപ്സുകൾ നിങ്ങൾ വീക്കിലി അല്ലെങ്കിൽ ഒരു മാസത്തിലെങ്കിലും നിങ്ങളിതിങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ വില കൊടുത്ത് ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ കാണാൻ ഭംഗിയുള്ള പ്രൊഡക്റ്റുകൾ എന്നും അതുപോലെ തന്നെ നിലനിൽക്കുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഹോബ് കണ്ടില്ലേ, ഈ കാണുന്ന ഹോബ് ഇതുപോലെ തന്നെ ബിൽറ്റിനായിട്ട് വെച്ചിരിക്കുന്നതായിരിക്കും. അപ്പോൾ മിക്കവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് പൊക്കാനോ പിടിക്കാനോ ആൾക്കാർക്ക് കുറച്ച് മടിയായിരിക്കും. കാര്യം ഈ ഒരു കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഇതിനകത്തുനിന്ന് പൊക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഗ്ലാസ് പൊട്ടിപ്പോവോ അല്ലെങ്കിൽ എന്തെങ്കിലും സീറ്റിംഗ് വ്യത്യാസം വരുമോ എന്നൊക്കെയുള്ളൊരു ഡൗട്ട് കാരണം മിക്ക ആൾക്കാരും അത് ചെയ്യാറില്ല. അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ഒരു അടുപ്പ് ഇങ്ങനെ ഒന്ന് പൊക്കുക മേളിലോട്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇതിങ്ങനെ പൊക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ സൈഡിലായിരിക്കും കംപ്ലീറ്റ് നമ്മൾ സൈഡൊക്കെ സ്ലാബുകളൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വെള്ളം അല്ലെങ്കിൽ ഓയിൽ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലോട്ട് പോകും. അപ്പോൾ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ MS മെറ്റീരിയലാണ്, ഇരുമ്പിൻ്റെയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് റസ്റ്റ് പിടിച്ച് ഡാമേജ് ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഒരാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ സമയം കിട്ടുന്നതനുസരിച്ച് ജസ്റ്റ് ഒന്ന് മേളിലേക്കൊന്ന് ലിഫ്റ്റ് ചെയ്യുക, ഒരു തുണി കൊണ്ട് നന്നായിട്ട് ഈ സൈഡുകളെല്ലാം തന്നെ ക്ലീൻ ചെയ്യുക, ഇറക്കി വെക്കുക. ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഒരു ഫ്രീക്വൻ്റ്ലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ കൂടി ബോട്ടം ട്രേ ഒക്കെ ദ്രവിച്ചു പോകാതിരിക്കും. അപ്പോൾ കുറച്ച് ലോങ് ലാസ്റ്റിംഗ് കിട്ടും. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ ഗ്ലാസിൻ്റെ സർഫേസുകൾ ഒരിക്കലും നമ്മൾ ഹീറ്റായിട്ട് നിൽക്കുന്ന സമയത്ത് തൂത്ത് ക്ലീൻ ചെയ്യാനോ ശ്രമിക്കരുത്. കൂൾ ഡൗൺ ആയതിന് ശേഷം മാത്രം ക്ലീൻ ചെയ്യും. ഈ ഗ്ലാസും ലോങ് ലാസ്റ്റിങ്ങിലേക്ക് നിൽക്കും, അല്ലെങ്കിൽ ഇതും പെട്ടെന്ന് ഡാമേജ് ആയി പോകും. ഇനി നമ്മൾ ഈ ഒരു ബർണർ നമ്മൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ നമ്മൾ ഒരാഴ്ച കൂടുമ്പോൾ ഇതെല്ലാം നമ്മളൊരു വൺസ് എ വീക്ക് അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. വീക്കിലി ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇത് നേരെ ലിഫ്റ്റ് ചെയ്യുക, ഇത് ക്ലീൻ ചെയ്യുക, ഇതിൻ്റെ ഹോൾസ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനും ലോങ് ലാസ്റ്റിംഗ് വരും. പിന്നെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ തിളച്ച് മറിഞ്ഞ് വീഴാതിരിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും ഇതിന് ലോങ് ലാസ്റ്റിംഗ് ലഭിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മൾ നല്ല പൈസ കൊടുത്ത് മേടിക്കുന്ന ഹോബായാലും കുറഞ്ഞ പൈസ കൊടുത്ത് മേടിക്കുന്ന ഹോബായാലും കൂടുതൽ നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധയിൽ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ ഉപകാരം തീർച്ചയായിട്ടും ഉണ്ടാവും.